ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ വരാൻ പോകുന്നൊരു മൂവിയുണ്ട്, വേട്ടയാൻ. അതിൻ്റെ ഒരു പാട്ട് ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിറിക്കൽ വീഡിയോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെല്ലാവരും പാട്ടിൻ്റെ ലിറിക്കൽ വീഡിയോ വരുന്നതിന് മുമ്പ് പാട്ട് കേട്ടിട്ട് അത്രയ്ക്കും ഹൈപ്പുള്ളൊരു പാട്ടാണ്. ഭയങ്കര അടിപൊളി പാട്ട് നമ്മൾ മലയാളികൾ പറയില്ല, അതേപോലത്തെ ഒരു പാട്ടാണ്. ഭയങ്കര എനർജിയാണ്. നമുക്ക് എവിടെ പോയാലും ഏതൊരു സ്റ്റേജിൽ കയറിയാലും എല്ലാവർക്കും ഒപ്പം നിന്ന് നൃത്തം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, ഡാൻസ് ചെയ്ത് അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ പലരും പറഞ്ഞു രജനീകാന്താണ് ഇതിൽ വരുന്നത്. അപ്പോൾ പിന്നെ രജനീകാന്തിൻ്റെ കൂടെ ആരായിരിക്കും ഈ ഒരു പാട്ട് സീനിൽ വരാൻ പോകുന്നത്? പലരും ബോളിവുഡ് നായകന്മാരുടെ പേരാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൽ കരീന കപൂറിൻ്റെ പേരുണ്ടായിരുന്നു, ഐശ്വര്യ റായുടെ ഉണ്ടായിരുന്നു, ജാൻവി കപൂറിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു, കാരണം ഇത്രയും വലിയൊരു മൂവി വരല്ലേ. അപ്പോൾ അത്രയും വലിയൊരു മൂവിയിൽ ഇത്രയും ഹൈപ്പുള്ള ഒരു പാട്ട് വരുമ്പോൾ അതിലെന്തായാലും നല്ല താരമൂല്യമുള്ള ഒരു നായികയായിരിക്കും വരാമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിലോട്ട് നമ്മൾ പോകണില്ലേ. മലയാളത്തിൽ ഒരുപാട് നായികന്മാർ ഇപ്പോൾ തെന്നിന്ത്യയിലൊക്കെ പറന്ന് അഭിനയിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കീർത്തി സുരേഷ് ആയാലും നയൻതാരയാണെങ്കിലൊക്കെ അത്രയും പോപ്പുലറായിട്ടുള്ള ഹീറോയിൻസാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പാട്ടിൽ ലിറിക്കൽ വീഡിയോ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും ഇതിൽ ആരെ വന്നിരുന്നത്. നമ്മുടെ നമ്മളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാണ് ഇപ്പോൾ രജനീകാന്തിൻ്റെ കൂടെ തിമിർത്ത ആടിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ മൂവിയാണ്. മഞ്ജു വാര്യരെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എന്നറിയോ, അവരുടെ ഒരു റെഡ് സാരിയിലാണ് മഞ്ജു വാര്യർ വരുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു റിവീലിംഗ് അങ്ങനത്തെ ഒന്നുമില്ലാതെ സാരി എടുത്ത് അത്രയും ക്യൂട്ടായിട്ടാണ് മഞ്ജു വാര്യർ ഈ ഒരു ഗാനത്തിൽ നമ്മൾ കാണുന്നത്. അത് രജനീകാന്തിൻ്റെ ഒപ്പം തന്നെ അടിപൊളി സ്റ്റെപ്പ് ഇട്ട് നമ്മൾ മഞ്ജുവിന് ഇതുവരെയ്ക്കും അങ്ങനെ അടിച്ചു പൊളിച്ചുള്ള ഒരു പാട്ടിലൊന്നും നമ്മൾ കണ്ടില്ല. നമ്മുടെ മലയാളത്തിലിപ്പോൾ കണ്ണാടി കൂടും കൂട്ടിയൊക്കെ പാട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു മെലഡിയൊക്കെ വെച്ചിട്ടുള്ളൊരു പാട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ഇങ്ങനെ വൃദ്ധമായിട്ട് നല്ല അടിപൊളിയുള്ള ഒരു പാട്ടാണ്. അതിൽ നമ്മൾ ഇതുവരെയ്ക്കും ഇങ്ങനെ മഞ്ജു വാര്യർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് രജനീകാന്തിൻ്റെ കൂടെ മഞ്ജു വാര്യർ കണ്ടപ്പോൾ മഞ്ജു വാര്യരുടെ ഒരു ലെവൽ, അവരുടെ ഒരു കരിയറിൻ്റെ ഒരു ഉയർച്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അവർ അതും 10-15 വർഷത്തോളം മൂവിയിൽ നിന്ന് വിട്ടുനിന്ന് പിന്നെ റിട്ടേൺ വന്ന് ഒരു നായികയ്ക്കാണ് ഇത്രയ്ക്കധികം സക്സസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി നായികയ്ക്ക് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അവരുടെ തന്നെ ഒരു സക്സസ് ആണ്. അവരെ മാത്രം അവർ സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു എന്താ പറയുക, ഒരു മികവാണ് അവരുടെ സിനിമയിൽ നിന്ന് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം വെച്ചാൽ വേറെ എത്രയോ നായകന്മാർ അഭിനയം നിർത്തിപ്പോയി റിട്ടേൺ വന്നിട്ട് അവർക്ക് ഇത്രയ്ക്കും സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആഫ്റ്റർ മാരേജ് എല്ലാവരും വീട്ടിൽ ഇരിക്കേണ്ട ഒരു ഗതികേടാണ് വന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കുറേ പടങ്ങൾ വന്നു, ഫ്ലോപ്പായി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവർക്ക് പടങ്ങൾ കൈ നിറയെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഫ്ലോപ്പാവുന്ന ഏത് ഹീറോയിനാണ് ഇപ്പോൾ പടങ്ങളുള്ളത്? ഇപ്പോൾ മലയാളത്തിൽ ഇത്തിരി പടങ്ങൾ കുറഞ്ഞാലും മഞ്ജു വാര്യർ ഇപ്പോൾ തമിഴിലൊക്കെ 1-2 മൂവീസൊക്കെ ചെയ്യുന്നുണ്ട്. ഏതൊരു മൂവി ഇപ്പോൾ ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട് മാധവൻ്റെ കൂടെ. അപ്പോൾ അവരുടെ കരിയർ ഗ്രാഫ് ഉയർന്നു തന്നെ പോകുന്നു. ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ്, ഇപ്പോൾ ഇവിടെ പറയേണ്ട ഒരു വിഷയമില്ല, എന്നാലും പറയുന്നത് ദിലീപിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ദിലീപിൻ്റെ കരിയർ കുത്തിനെ ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുന്ന ഒരു ഹീറോയിൻ്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ അവരുടെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ യാതൊരു തരത്തിലുള്ള ഒരു ഗ്ലാമർ ഒരു പരിവേഷത്തിലൊന്നല്ല മഞ്ജു വാര്യർ വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ ഏജ് എന്ന് പറഞ്ഞത് 46 ഇയേഴ്സാണ്. ആ ഒരു വയസ്സിൽ അവർക്ക് ഇത്ര എനർജറ്റിക് ആയിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ തന്നെയാണ്. കാരണം നമ്മൾ ഐശ്വര്യ റായ്ക്ക് പോലും ഏജിൻ്റേതുള്ള ചില ഇതൊക്കെ നമ്മൾ കണ്ടു. കാരണം ഇപ്പോൾ മണിരത്നത്തിൻ്റെ പുതിയ മൂവിയിലൊക്കെ ഐശ്വര്യ റായുടെ മുഖമൊക്കെ ക്ലോസിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഏജ്ഡായിട്ട് തോന്നുന്നു. മഞ്ജു വാര്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 വയസ്സിലൊക്കെ നമുക്ക് അത്രയ്ക്കൊരു ഏജ്ഡൊന്നും തോന്നുന്നില്ല. അവരിപ്പോഴും സ്റ്റിൽ യങ് ആയിട്ട് തന്നെ തോന്നുന്നത്. ആ ഒരു എനർജി കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് മഞ്ജു വാര്യർ ഇനിയും ഒരുപാട് ഉയരങ്ങൾക്ക് എത്തുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു പാട്ടിലൂടെ തന്നെ അവർ വൈറലായിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ധനുഷിന് കൂടെ ഒരു പടം തമിഴിൽ ചെയ്തു, ഭയങ്കര ഹിറ്റായിരുന്നു. അവരുടെ അഭിനയത്തിന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. ഇനിയിപ്പോൾ പക്ക കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു മറ്റേന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ഒരു ആർട്ട് കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു അല്ലേ. ഇതെന്ന് പറയുമ്പോൾ ഫുള്ളൊരു കൊമേഴ്ഷ്യൽ പക്ക രജനീകാന്തിൻ്റെ ഒരു മൂവിയിലൊരു പാട്ട് സീനിൽ വരിക. പാട്ട് സീനിൽ മാത്രമാണ് എനിക്ക് സീൻസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല, അതെല്ലാം ഒരു രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും അടിപൊളി സോങ് ആയിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലെന്ന് കണ്ടു നോക്കിട്ടോ. എന്തായാലും മഞ്ജു വാര്യർ ഈ പാട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.